ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചുട്ടുനീറ്റൽ, ത്വക്ക് രോഗങ്ങൾ, വാതസംബന്ധ രോഗങ്ങൾ, നേത്രരോഗം, ലൈംഗിക ശേഷിക്കുറവ്, പനി, മൂലക്കുരു എന്നിവയ്ക്ക് ഉത്തമമായത് എന്ത്? ഉത്തരം: അമുക്കരം അഥവാ അശ്വഗന്ധ ഉത്തമം. സ്ത്രീകളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നാൽ കാണുന്ന രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ഉത്തരം: എപ്പോഴും വിശപ്പ് അനുഭവപ്പെടുക. ഉദര രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ എന്താണ് പരിഹാരം? ഉത്തരം: കറിവേപ്പില ഇട്ട വെള്ളം പതിവായി ഉപയോഗിക്കുക. ഉറക്കക്കുറവിനെ ഇല്ലാതാക്കാൻ എന്താണ് പരിഹാരം? ഉത്തരം: ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക. ഫാറ്റി ലിവർ പ്രശ്നം ചെറുക്കാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ ഒരു പാനീയം ഏതാണ്? ഉത്തരം: വിറ്റാമിൻ സി അടങ്ങിയ കരളിലെ വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുന്ന നെല്ലിക്ക ജ്യൂസ് ഉത്തമം. അസ്ഥിസ്രവം അഥവാ എല്ലുരുക്കം മാറുന്നതിന് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം: ഒരു പിടി ചെമ്പരത്തിമുട്ട അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുക. ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് പാലിലിട്ട് കാച്ചി കുടിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും? ഉത്തരം: മൂലക്കുരുവിൻ്റെ പ്രശ്നത്തിന് ഉത്തമമാണ്. ചിറ്റാമൃത് ചതച്ച് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഈ വെള്ളത്തിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കുന്നത് എന്തിന് ഗുണമാണ്? ഉത്തരം: പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വെറും വയറ്റിൽ കഴിച്ചാൽ ഫലം കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ? ഉത്തരം: നട്ട്സ്, ബെറികൾ, ഓട്സ്, മുട്ട, പപ്പായ എന്നിവയാണ്. രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് എന്തിനെ വർദ്ധിപ്പിക്കുന്നു? ഉത്തരം: യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. മൂത്രനാളിയിലെ അണുബാധ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം എന്താണ്? ഉത്തരം: അടിവയറ്റിൽ ഇടതുവശത്ത് വേദനയുണ്ടാകാം, ഭാരക്കുറവ് എന്നിവയ്ക്ക് സാധ്യത. 1/2 ഗ്രാം ശുദ്ധി ചെയ്ത കന്മദം കാച്ചിയ പശുവിൻ പാലിൽ കഴിക്കുന്നത് ഏത് രോഗത്തെ നിയന്ത്രിക്കാം? ഉത്തരം: പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് ഉത്തമം. മൂത്രാശയ കല്ലിനെ ഇല്ലാതാക്കാൻ ഗുണകരമായത് എന്താണ്? ഉത്തരം: പാളയൻകോടൻ വാഴയുടെ വാഴപ്പിണ്ടി നീര് 1 ഗ്ലാസ് വീതം കുടിക്കുക. സന്ധിവീക്കം, സന്ധിവേദന എന്നിവ പരിഹരിക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം: എരുക്കിൻ്റെ തൊലി വേപ്പെണ്ണയിൽ കാച്ചി പുരട്ടുക. കുടൽപുണ്ണ് അഥവാ അൾസർ രോഗത്തെ നിയന്ത്രിക്കാൻ ഉത്തമമായത് എന്താണ്? ഉത്തരം: കരിമ്പിൻ നീരിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഇഞ്ചി നീര് ചേർത്ത് കഴിക്കുക.